യൂട്യൂബ് ചാനൽ വഴി ആവർത്തിച്ച് കേൾക്കുമ്പോൾ കിട്ടുന്നു, അത് നല്ലത് തന്നെയാണ്. അതൊക്കെ ശ്രവണമാണല്ലോ. അതൊക്കെ ശ്രവണം തന്നെയാണ്. എന്തെങ്കിലും ഒരു ശാസ്ത്ര സ്വാധ്യായത്തിൽ ദിവസവും വ്യാപരിക്കണം, അത്രയേ ഉള്ളൂ. ദേഹബോധം നശിക്കുന്നതാണോ ജനനമരണരഹിതമായ അവസ്ഥ? ദേഹബോധം നശിക്കല്ല, ദേഹതാദാത്മ്യം ഇല്ലാതാവുക. ദേഹബോധം നശിക്കണ്ട, ദേഹതാദാത്മ്യം, ദേഹമാണ് ഞാൻ എന്ന മിഥ്യാഭ്രമം പോവുക. ദേഹത്തിൽ ഞാനിരിക്കണമെന്ന് അവിടെ വന്നോട്ടെ. ദേഹത്തെ കുളിപ്പിക്കൊക്കെ വേണ്ടേ? കുളിപ്പിക്കണ്ടേ? വെള്ളം കൊടുക്കണ്ടേ? ഭക്ഷണം കൊടുക്കണ്ടേ? ഉറക്കണ്ടേ? ഒക്കെ വേണം, ഒക്കെ ചെയ്യണം, ദേഹത്തെ പരിപാലിക്കണം. പക്ഷേ ഇത് ഞാൻ എന്നാണ് കരുതണ്ട. ഇതിലൊരു രസകരമായൊരു സന്ദർഭം ഭഗവത്ഗീതയിൽ നവദ്വാരേ പുരേ ദേഹി നൈവ കുറുവന്ന കാരയൻ എന്നുള്ള ശാസ്ത്രഭാഗം. അപ്പം അവിടെ 9 ദ്വാരങ്ങളോട് കൂടിയ പട്ടണത്തിൽ ഇങ്ങനെ വിജ്ഞാനി ഇരിക്കുക എന്നാ. അപ്പോൾ അവിടെ വിദ്യാർത്ഥി ഒരു ചോദ്യം ചോദിച്ചു ഗുരുനാഥനോട്, എന്താ ഗുരുനാഥ, അജ്ഞാനിയും 9 ദ്വാരമുള്ള ഈ ശരീരത്തിൽ തന്നെയല്ലേ ഇരിക്കണത് അല്ലേ? പിന്നെന്താ ജ്ഞാനി ഈ ശരീരത്തിൽ ഇരിക്കണമെന്ന് പറയണത്? എടോ, അജ്ഞാനി ശരീരത്തിലല്ല ഇരിക്കണത്, ശരീരമായിട്ടായിരിക്കണത്. അജ്ഞാനിക്ക് ദേഹോഹം ബുദ്ധി, ജ്ഞാനിക്ക് ദേഹേഹം ബുദ്ധി. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, ഒരു പുള്ളിയുടെ വ്യത്യാസമേ ഉള്ളൂ. അജ്ഞാനിയുടെ ബോധം എന്താ? ദേഹോഹം, ഞാൻ ദേഹമാകുന്നു, ഞാൻ സ്വാമി ചിദാനന്ദപുരി. നിങ്ങൾക്കറിയില്ലേ? പണ്ഡിതരത്നമാണ്. നിങ്ങൾ വിചാരിക്കണമായിരുന്നല്ല, വലിയ ആളാ. മനസ്സിലായില്ല? കേട്ടാൽ തന്നെ മനസ്സിലാവില്ലേ? അതാ അങ്ങനെ ഞാൻ ആണാണ്, ഞാൻ പെണ്ണാണ്, ഞാൻ ഗൃഹസ്ഥനാണ്, ബ്രഹ്മചാരിയാണ്, ഇതൊക്കെ ദേഹോഹം. വിജ്ഞാനിയുടെ ദൃഷ്ടി എന്താ? ദേഹേഹം, ദേഹത്തിൽ ഞാനിരിക്കണം. ദേഹം ഞാനല്ല, ഇതിൽ ഞാൻ ഇരിക്കുക. ഇതാണ് വ്യത്യാസം. 2020 ജനുവരിയിൽ, ഭഗവാനെ 4 കൊല്ലം മുമ്പുള്ള കഥയാണല്ലോ, കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ അങ്ങയുടെ പ്രഭാഷണ പരമ്പരയിൽ സംബന്ധിക്കുവാൻ ഭാഗ്യമുണ്ടായി. നന്നായി, സന്തോഷം. അന്ന് ഹിന്ദു കുടുംബങ്ങളിലെ അംഗസംഖ്യ കുറയുന്നതിനെപ്പറ്റി കാലിക പ്രാധാന്യമുള്ള ചില പരാമർശങ്ങൾ അങ്ങയിൽ നിന്നുണ്ടായി. വളരെ നർമ്മരൂപേണ സ്വാമി പറഞ്ഞു, സന്യാസി വർഗത്തിന് വർധനമുണ്ടാകണമെങ്കിലും ഹിന്ദു കുടുംബങ്ങളിലെ അംഗസംഖ്യ വർദ്ധിക്കണമെന്ന്. ഒരാളെ ഞങ്ങൾക്ക് തരിക. ന്യായമല്ലേ? അല്ല, ഞങ്ങൾ സന്യാസിമാർ ആകാശത്ത് പൊട്ടി വിടതാ? ഒരമ്മയ്ക്കും ഒരച്ഛനും കുഞ്ഞായി ജനിച്ചിട്ട് തന്നെയല്ലേ അയാൾ സന്യാസിയാവണത്? ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് സന്യാസിമാരെ ആവശ്യമുണ്ടെന്നേ. ഇല്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ. അതിൽ നർമ്മമൊന്നുമില്ല, അത് സത്യമാണ്. ഹിന്ദു കൂട്ടായ്മകളിലും കുടുംബ സദസ്സുകളിലും എനിക്കിത് പറയാൻ പ്രചോദനമായി. അത് നന്നായി, പറയണത് സന്തോഷം. അത് പറയാൻ ഉള്ളൊരു പ്രേരണ ഉണ്ടായത് ഏറ്റവും വലിയ ഋഷിമാരുടെ അനുഗ്രഹം എന്ന് കൂട്ടുക. അല്ലെങ്കിൽ നമുക്ക് പറയാൻ തോന്നൂല, നല്ല കാര്യങ്ങൾ ഗുപ്തമാക്കി വെക്കാനാ തോന്നുക. പറഞ്ഞ വസ്തുത ശരിയല്ലേ? കാരണം നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിലാണ് ജീവിക്കുന്നത്. ജനാധിപത്യ രാജ്യത്തിൽ എല്ലാ ഭാവി നിർണയവും നടക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. തെരഞ്ഞെടുപ്പോ വോട്ടിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ആവറേജ് ഹിന്ദു ക്രിസ്ത്യൻ വീടുകളിൽ ഒരു കുട്ടി തന്നെ ഉണ്ടോയെന്ന് സംശയമാണ്. എന്നാൽ മുസ്ലിം വീടുകളിലോ 5 ആവറേജ് ഉണ്ട്. ചെറുപ്പം തൊട്ടേ മതബോധവും ഉണ്ടാവും. വസ്തുതയാണ്. ഒന്നുകിൽ കുടുംബാസൂത്രണ മാർഗങ്ങൾ എല്ലാവരും സ്വീകരിക്കണം, അല്ലെങ്കിൽ ആരും സ്വീകരിക്കരുത്. മറ്റത് വളരെ അസന്തുലിത ഭാവം സമൂഹത്തിലുണ്ടാവുകയാണ്, വലിയ അസന്തുലിത ഭാവം ഉണ്ടാവുകയാണ്. ഇത് ചെറിയൊരു വിഷയമല്ല. ഇനി വേറൊരു ഇത്രയ്ക്കൊന്നും പോണ്ട, വേറൊന്ന് വിഷയം പറയാം. സന്യാസിമാരുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ചിദാനന്ദപുരി സ്വാമി നിങ്ങളോട് സംസാരിക്കുക. ഇപ്പോൾ സന്യാസത്തിന് പോണതിന് മുമ്പ് അച്ഛനമ്മമാരുടെ അനുഗ്രഹമൊക്കെ മേടിച്ചു, ഞാൻ പോട്ടെ എന്ന് അവസാനം മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിൽ അവർ സമ്മതിച്ചിട്ടുണ്ടാവും. എന്താ കാരണം? അവർക്കൊരു 5 എണ്ണം ഉണ്ട്. അത് തന്നെ, ഇത് ഒടുക്കത്തെയാ. നേരെ പക്ഷെ ഒറ്റ കുട്ടിയെ ഉള്ളൂ വെച്ചാലോ,
നെഞ്ചത്തടിച്ച് കരഞ്ഞ് അമ്മ തടയും. കാരണം ഒറ്റ കുട്ടിയുള്ളൂ വെച്ചാൽ ഫിനാൻഷ്യലി വളരെ സെറ്റിൽഡായ ഒരവസ്ഥയിലേക്ക് അവനെ ഉയർത്തണമെന്നേ ഒരമ്മയും അച്ഛനും ചിന്തിക്കൂ. ഇത് കേവലം സന്യാസ വിഷയത്തിൽ മാത്രമല്ല, ഹൈന്ദവ ധാർമ്മിക പ്രസ്ഥാനങ്ങളിലേക്ക് ചെറുപ്പക്കാരെ വിടുവോ? നോക്കട്ടെ, ഒറ്റ കുട്ടിയുള്ളൂ വെച്ചാൽ വിടില്ല. നീ പൊയ്ക്കോളൂ, സ്വാമീനെ പോയിട്ട് മാസത്തിലൊരു പ്രാവശ്യമൊക്കെ നമസ്കരിച്ചൊക്കെ വന്നോളൂ, ഒരു ദക്ഷിണയൊക്കെ കൊടുത്തോളൂ, അല്ലെങ്കിൽ നീ അവിടെ ശാഖയിലൊക്കെ പൊയ്ക്കോളൂ, ഗുരുദക്ഷിണയൊക്കെ കൊടുത്തോളൂ, വന്നോളൂ, ദിവസം പോണ്ടാട്ടോ. അത് നല്ലതല്ല, അത് മോശം. ഈ സന്യാസിമാരുടെ അടുത്തൊന്നും ദിവസം പോകാൻ പാടില്ല, വല്ലപ്പോഴൊക്കെ പോവാം. അമ്പലത്തിൽ പോകണം നല്ലതാ, കൊല്ലത്തിൽ 2-3 പ്രാവശ്യമൊക്കെ പോയി തൊഴുത് വന്നോളൂ, ദിവസം അമ്പലത്തിൽ പോരുതേ. എന്താ കാരണം? ആകെ ഒറ്റ കുട്ടിയേ ഉണ്ടാവുള്ളൂ. മറ്റത് 3 ഉണ്ടെങ്കിൽ ഒന്ന് സാമുദായിക പ്രവർത്തനത്തിൽ കിടക്കട്ടെ, ഒന്ന് സന്യാസിയായി പോയിക്കോട്ടെ, ഒന്ന് കുടുംബത്തിൽ നിന്നോട്ടെ എന്നൊക്കെ വിചാരിക്കില്ലേ? ഇല്ല. ആലോചിക്കുക, വേണ്ടതൊക്കെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പം എന്ത് പറയാനാ? കാമാഖ്യ ക്ഷേത്രത്തിലെ പൂജാരീതികളും അതിൻ്റെ പ്രാധാന്യങ്ങളും വിശദമായി പറയുവാൻ അഭ്യർത്ഥിക്കുന്നു. ഭഗവാനെ, കാമാഖ്യ ക്ഷേത്രത്തിലെ വിശദമായി പറയണമെങ്കിൽ അതൊക്കെ പഠിക്കണ്ടേ? ഇനി അറിയണതൊക്കെയാണ് പറയാൻ പറ്റുമോ? അതുമില്ല. കാരണം രഹസ്യശാക്ത എന്നാണ്. അപ്പോൾ ശാക്തൻ എപ്പോഴും രഹസ്യോപാസനകളിലാണ് വ്യാപരിക്കുന്നത്. അതൊന്നും പൊതുവെ പുറത്തു പറയേണ്ട വിഷയങ്ങളല്ല. ഇത്ര മാത്രം പറയാം. 51 ശക്തിപീഠങ്ങളിൽ ദേവിയുടെ ഭഗവതിയുടെ യോനി സ്ഥാനമാണ് കാമാഖ്യ. ശക്തിപീഠങ്ങളിൽ വളരെ പ്രാധാന്യമുള്ളതാണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഉദ്ഭവസ്ഥാനം യോനിയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആരാധനാക്രമങ്ങളിലും ഒരു ഗുപ്തതയുണ്ട്, അവിടുത്തെ പ്രതിഷ്ഠയിൽ പോലും ഗുപ്തതയുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഒക്കെ കേമായിട്ടിങ്ങനെ പൊങ്ങിയൊക്കെ കാണാം, നല്ല കൊത്തുപണിയൊക്കെ ആയിട്ട്. പക്ഷേ പ്രതിഷ്ഠ എവിടെയാണെന്നറിയോ? എവിടെയാ? ഇങ്ങനെ ഇറങ്ങി 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 താഴെ പോയി ഇരുളടഞ്ഞൊരു സ്ഥലത്താണ് പ്രതിഷ്ഠ പോലും. കാമാഖ്യയിൽ പോയിട്ടുള്ളവർ എത്ര പേരുണ്ട്? അവർക്കറിയാം, പോവാത്തവരൊക്കെ പോവുക. ഇപ്പം രഹസ്യശാക്ത എന്നുള്ള ഓർമ്മിക്കുക. അപ്പോൾ അവിടെ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ശക്തി സ്ഥാനങ്ങളിലുള്ള എല്ലാം ഒന്നും പുറത്ത് പറയേണ്ടതല്ല. എല്ലാം പുറത്ത് വിളിച്ചത് പറയാൻ പറ്റുമോ? ഇതൊക്കെ ജനകീയമാക്കണം സ്വാമി. എല്ലാം ഒന്നും ജനകീയമാക്കണ്ടെന്നാണ് നമ്മുടെ അഭിപ്രായം. കാലം പോയി സന്യാസ ദീക്ഷാ ചടങ്ങുകൾ പോലും റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന കാലമാണ്. എന്താ ചെയ്യുക? കഷ്ടം എന്നല്ലാണ്ട് ഒന്നും പറയാനില്ല. അപ്പോൾ ചില രഹസ്യങ്ങളൊക്കെ അതുപോലെ നിലനിൽക്കേണ്ടതാണ്. പോവുക, അനുഭവിക്കുക, എത്രയേ ഉള്ളൂ. ആ അമ്മയുടെ സാന്നിധ്യം ശരിക്കും മനസ്സിലാക്കുക, അതേ പറയാനുള്ളൂ. ശരിക്കും ആ സാന്നിധ്യം മനസ്സിലാക്കുക, വേറൊന്നും